കേരള കോൺഗ്രസിന് കുട്ടനാട് സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന് ആലപ്പുഴ ഡിസിസി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം കുട്ടനാട്ടിൽ കോൺഗ്രസ് നേടുമ്പോൾ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമാണുണ്ടാകുന്നതെന്ന് ഡിസിസി പ്രസിഡന്റ് എ ഷുക്കൂർ പറഞ്ഞു. ജില്ലയിലെ പ്രമുഖ കേരള കോൺഗ്രസ് നേതാക്കൾ വിട്ടുപോയതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഷുക്കൂർ റിപ്പോർട്ടറോട് പറഞ്ഞു. കുട്ടനാട് സീറ്റ് വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ഇരു പാർട്ടികളും തമ്മിൽ യുഡിഎഫിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് സീറ്റ് വിട്ടുനൽകാനാവില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് തുറന്നടിച്ചത്. കെ.സി. ജോസഫ് അടക്കമുള്ള മുൻ കേരള കോൺഗ്രസ് നേതാക്കന്മാർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. സീറ്റ് ആവശ്യപ്പെടുന്നത് കൃത്യമായ കാരണങ്ങൾ കൊണ്ടാണ്. കുട്ടനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിക്കൂ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ഷുക്കൂർ റിപ്പോർട്ടറോട് വ്യക്തമാക്കി. ഞങ്ങളുടെ നിർദ്ദേശവും അതാണ്. ആ നിർദ്ദേശത്തിന്റെ കാരണം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം ഒരു താല്പര്യം നമ്മൾ പറയുമ്പോൾ അതിന് ഉപോത്ബലകമായി എന്താണ് കാരണങ്ങൾ അത് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറെ അധികം അറിയപ്പെടുന്ന കേരള കോൺഗ്രസ് നേതാക്കൾ ഇടതുപക്ഷത്തിൽ പോയിട്ടുണ്ട്. ജില്ലയിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെക്കാൾ മികച്ച പ്രവർത്തന പാരമ്പര്യം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മികച്ച വിജയം നേടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. ജനങ്ങളോടുള്ള ഇടപെടൽ, ആ സാമൂഹ്യ പൊതുപ്രവർത്തന രംഗത്തുള്ള മികവ്, ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ നമുക്ക് കേരള കോൺഗ്രസിന് മറ്റൊരു സീറ്റ് നൽകി ഈ സീറ്റ് വാങ്ങിയാൽ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമാണ് കഴിഞ്ഞകാല മറ്റു തെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. കെ.സി. ജോസഫ്, എം. ലിജു, ജോൺസൺ എബ്രഹാം എന്നിവരാണ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിലുള്ള പ്രമുഖർ. കുട്ടനാട് സീറ്റിന് പകരമായി പുനലൂർ സീറ്റാണ് കേരള കോൺഗ്രസിനായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കുട്ടനാട് മണ്ഡലം കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിന് വിട്ടു നൽകിയാൽ വിജയത്തിന്റെ പുതിയ ചരിത്രം എഴുതുമെന്നാണ് ആലപ്പുഴ ഡിസിസി വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇനി അത് എത്രമാത്രം പ്രായോഗികമാകും എന്നതാണ് കണ്ടറിയേണ്ടതും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.